ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് എന്ന് പറയുന്നത് മണക്കാട് സൈറ്റിൽ ഷട്ടറിങ്ങിൻ്റെ വർക്കാണ്. അപ്പോൾ നമ്മൾ ഈ സൈറ്റിൽ ഷട്ടറിങ്ങിൻ്റെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ ആകപ്പാടെ കുരുക്ക് പിടിച്ച ഒരു സൈറ്റായിരുന്നു കേട്ടോ. അതായത് നമുക്ക് ഷട്ടറിങ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കുരുക്ക് പിടിച്ച സൈറ്റായിരുന്നു. കാരണം നമ്മൾ ഇവിടുത്തെ ഒരുപാട് പ്ലാനും കാര്യങ്ങളൊക്കെ മാറ്റിയായിരുന്നു നമ്മൾ ഈ സ്റ്റെപ്പ്. അപ്പോൾ ഈ സ്റ്റെപ്പ് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റെപ്പ് നമുക്ക് വരുന്നത് അവിടെയാണ് വന്നുകൊണ്ടിരുന്നത്, അതായത് ആ ഒരു ഭാഗത്താണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റെപ്പ് ഇവിടെ ആക്കി. അപ്പോൾ സ്റ്റെപ്പ് ഇവിടെ ആക്കുമ്പോൾ നമ്മളിവിടെ താഴെ ഒരു 2 സ്റ്റെപ്പ് വരുന്നുണ്ട്, 2 കോർണർ. എന്നാൽ മാത്രമേ നമുക്കിവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്തത്. അപ്പോൾ സ്റ്റെപ്പിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് റൈസർ 15 ഹൈറ്റ്, അതായത് 15ഉം ഇതിന്റെ ടോപ്പ് വരുന്നത് 30ഉമാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ മൊത്തം 21 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് വരുമ്പോൾ ഈ ഒരു ബീം യഥാർത്ഥത്തിൽ ഇവിടെയാണ് വരേണ്ടത്. കാരണം നമുക്ക് ടോപ്പില് ഒരു റൂം വരുന്നുണ്ട്. അപ്പൊ റൂമിന്റെ ചെവര് വരും. അപ്പൊ ഈ ബീം ഇവിടെ കൊടുത്താൽ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മളെ തല കറക്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബീം ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ 16ന്റെ കൺസീലർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പൊ ആ കണക്ക് വരുമ്പോൾ നമ്മളെ തല ഇടിക്കാതെ നമുക്കത് ഇവിടെ നിന്ന് ഇത്രയും കയറി പോകാൻ കഴിയും. എന്നിട്ട് നേരെ വന്നിട്ട് ഇവിടെ ലാൻഡിങ്. അപ്പൊ ലാൻഡിങ് നമ്മൾ ഇവിടെ താഴെ കൊടുത്തിരുന്ന ജനൽ ഇവിടെ ഇത്രയും ഒരു ജനൽ കൊടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ നിന്ന് കയറുമ്പോൾ ഈ സ്റ്റെയറിന് ഇത്തിരി വെട്ടം കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ നേരെ സ്റ്റെപ്പ്. അപ്പൊ സ്റ്റെപ്പ് കയറുമ്പോൾ ഇവിടെ ടോപ്പിലാണ് നമുക്ക് മൊത്തത്തിൽ പ്രശ്നമായി കിടക്കുന്നത്. അതായത് നമുക്കത് ഇവിടെ ഒരു റൂം വരുന്നുണ്ട്, ഇതൊരു റൂമാണ്. അപ്പൊ ഇതൊരു ബെഡ്റൂം, അതുപോലെ തന്നെ അവിടെ ഒരു ബാത്റൂം. അപ്പൊ ഈ ബാത്റൂമും ഒരു ബെഡ്റൂമും ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ സ്റ്റെയർ കയറുമ്പോൾ ഈ പാസേജിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂമിലോട്ട് പോകേണ്ടത്. ഇതൊരു ബെഡ്റൂം. അപ്പൊ ഈ ബെഡ്റൂം ഇതൊരു ബാത്റൂം. കാരണം താഴെ കൊടുത്തിരിക്കുന്ന അതേ സെയിം ആണ് ബാത്റൂം. നേരെ ഇവിടെ ബാത്റൂമിൽ കയറും. പിന്നെ വരുന്നത് ഇതൊരു ബെഡ്റൂമാണ്. അപ്പൊ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഉള്ള് ഒരു 11 അടി കിട്ടാൻ വേണ്ടി ഇവിടെ നമ്മൾ ക്യാൻഡിൽ ലിവർ കൊടുത്തിട്ടുണ്ട്. ക്യാൻഡിൽ ലിവർ കൊടുത്ത് കണ്ടോ ഇത്രയും ബീം കൊടുത്തിട്ട് നമ്മൾ ഈ റൂമിന്റെ ചെവര് ഇതുവരെ എത്തും. ഇത്രയും തള്ളിയെടുത്തതിന് ശേഷം ഇവിടെ ഒരു ബാത്റൂം. അപ്പൊ മൊത്തം 3 ബാത്റൂമാണ് വരുന്നത്. അപ്പൊ 3 തട്ട് താന്ന തട്ടാണ്. അപ്പൊ അത് ഒരുപാട് പണിയും റിസ്ക്കും കാര്യങ്ങളുള്ള പണിയായിരുന്നു. അപ്പൊ ഇതൊരു ബാത്റൂം. പിന്നെ ഇത് ഒരു പാസേജ്. നമുക്ക് ഇതിന്റെ ഡോറ് വരുന്നത് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു പോർഷനിലാണ് ഡോറ് വരുന്നത്. അപ്പം ഈ പാസേജിൽ നിന്ന് നേരെ കയറി ഇവിടെ ഇത്രയും ഒരു ഓപ്പൺ ആയിട്ട് കിടക്കും. എന്നിട്ട് ഇവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാനുള്ള സ്റ്റെയർ ലാൻഡിങ്, ഇവിടെ നിന്ന് 90 ലാൻഡിങ് എടുത്തിട്ട് നേരെ സ്റ്റെയർ ടോപ്പിൽ കയറുള്ളതാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് ആയി. ഇവിടെ നമുക്ക് ഷട്ടറിങ്ങിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇവിടെ ഫ്രണ്ടില് നമ്മൾ ഒരു 60 തള്ളുന്നുണ്ട്. അപ്പൊ പ്ലാനിൽ നമുക്കൊരു 50ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഒരു 60 ഫ്രണ്ട് തള്ളി ഇത് ഇത്രയും ഒരു റൂമായിട്ട് എടുക്കും. അപ്പൊ ഈ റൂമിനും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും കിട്ടും. അപ്പൊ അതാണ് നമ്മൾ ഷട്ടറിങ്ങിന്റെ വർക്ക്. നമുക്ക് ഒരുപാട് ലേറ്റായി. കാരണം നമുക്ക് വിചാരിച്ചതുപോലെ ആയില്ല. കാരണം ഒരുപാട് സാധനങ്ങളായി. അപ്പൊ ഏകദേശം വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി. കാരണം നമുക്ക് കംപ്ലീറ്റും കുരുക്ക് പിടിച്ച വർക്കുകളായിരുന്നു. അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ഏകദേശം ആയി. അപ്പൊ ഇനിയിപ്പം നമുക്ക് നാളെ കൊണ്ട് ഇവിടുത്തെ ഷട്ടറിങ്ങിന്റെ വർക്ക് കംപ്ലീറ്റ് ആവും. ഷട്ടറിങ്ങിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് വരുന്ന കമ്പിയിട്ട് കോൺക്രീറ്റ്. അപ്പൊ തട്ട് നമുക്ക് കാണുമ്പോൾ വിചാരിക്കും കുറച്ചുള്ളത്, പക്ഷെ എല്ലാം കുരുക്കുപിടിച്ച പണിയായിരുന്നു. പിന്നെ സ്റ്റെപ്പൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം റൈസർ 15 സെന്റിമീറ്റർ ഹൈറ്റിനാണ് റൈസർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മുട്ടുകൾ കൊടുത്തിരിക്കുന്നത്. കാരണം മുട്ടുകൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള രീതിക്കാണ് കംപ്ലീറ്റ് നല്ല രീതിയിൽ മുട്ടുകളൊക്കെ അടുപ്പിച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അത്രയും ലോഡ് കയറുന്നുണ്ട്. അപ്പൊ ലോഡ് കയറുമ്പോൾ അത് കണക്കാക്കിയാണ് ഷട്ടറിങ് വർക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വർക്കുകളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അടുത്ത വീഡിയോ ഞാൻ ഉടനെ എൻ്റെ ചാനൽ ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.